നിനക്ക് ഞാൻ ഇജാസത്ത് തന്നു എന്ന് പറഞ്ഞു. കേട്ടില്ലേ? ചുരുക്കി പറയാ, മിസ്രിൽ പോയിട്ട് ഇബ്നു അത്താഉല്ലാഹ് സിക്കന്ദരി എന്ന് പറയുന്ന ആളെ ഖബറിങ്ങ പോയിട്ട് മൂപ്പര് ഉള്ളാളെ തങ്ങളും കൂടി പറഞ്ഞു, നിങ്ങളുടെ കിതാബായ ഹിക്കം, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല, ഹിക്കം എന്ന് പറഞ്ഞിട്ട് ഇബ്നു അത്താഇന്റെ ഒരു കിതാബുണ്ട്. ആ കിതാബ് ദർസ് നടത്താൻ എനിക്ക് അനുവാദം തരണം. അപ്പൊ മുജാഹിദുകൾ നെറ്റി ചുളിക്കണ്ടാന്ന് ഖബറിലുള്ള ആളോട് എന്നെ ചോദിച്ചത്. അത് ഇസ്ലാമാണ്, മൂപ്പന്റെ ഇസ്ലാം. എന്നിട്ട് അങ്ങനെ ചോദിച്ച് അവരോട് പോന്നു. അവിടുന്ന് ഉള്ള ആളും മൂപ്പരും കയറി അവിടുന്ന് പിന്നെ ഫ്ലൈറ്റ് കയറി അവിടെ ബോംബെയിൽ ഇറങ്ങി. അന്ന് രാത്രി ഉറങ്ങിയില്ല. അന്ന് രാത്രി ഫുള്ള് ബോംബെയിൽ ഉറക്കൊഴിച്ച്. ശരി, രാത്രി ഫുള്ള് ഉറക്കൊഴിച്ചാ പിന്നെ പിറ്റേന്ന് ഉറക്കത്തിന്റെ ക്ഷീണല്ലേ, പിന്നെ പലതും കാണുമല്ലോ. ഇനിയിപ്പോ ഉറങ്ങിയിട്ടില്ലല്ലോ. അപ്പൊ ഉറങ്ങാനായപ്പോ പിന്നെ പലതും കാണും. ആ കണ്ടിട്ട് എന്ത് ഒരാ ഇബ്നു അത്താഉള്ള മുമ്പില്, സിക്കന്ദരി മുമ്പിൽ വന്നിട്ട് പറയാണ്, നിനക്ക് ഞാൻ ഇജാസത്ത് തന്നിരിക്കുന്നു, എന്റെ കിതാബ് ദർസ് നടത്തിക്കോ, പ്രശ്നമൊന്നുമില്ല, പക്ഷേ തഹജ്ജുദ് നിസ്കരിക്കണം. എനിക്ക് അങ്ങനെ എപ്പോഴും പറ്റൂലോ. കുത്തുബിയത്തും റാത്തീബും പിന്നെ ഈ പോക്കും വരവും അതൊക്കെ പലപ്പോഴായിട്ട് അങ്ങനെ എപ്പോഴും കഴിയൂലോ. എന്റെ കഴിവിന്റെ പരമാവധി ചെയ്തോളാ. ആ ശരി, എന്നാൽ ആ കരാറിന്റെ മേൽ ഞാൻ നിനക്ക് അനുവാദം തന്നു. നോക്കണം, നിങ്ങൾ ഈ സമുദായത്തെ പഠിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള ശൈത്താനിയത്ത്, ശൈത്താനായി വരുന്നത്, ഉറങ്ങാത്തവന്റെ മുമ്പിൽ വിറ്റേസം വിന്നേക്കായിട്ട് ഇങ്ങനെ വരേണ്ടത് മുപ്പരവും വിചാരിച്ചിങ്ങനെ വരും. അപ്പൊ ശൈത്താന് നല്ലതായി. അതാ ആരാ വന്നത് എന്നും ഇങ്ങനെ ഏത് ആൾക്കാരിങ്ങനെ പലതും പറഞ്ഞുകൊണ്ട് നടക്കും. ഇങ്ങനെ പറയുന്നവരൊക്കെ എടുത്ത് ആരാ വരുന്നത് എന്നും എന്താ അവരെ പരിപാടി എന്നൊക്കെ ചിലപ്പോ കാന്തപുരം ഉള്ളാളൊക്കെ മറന്നിട്ടുണ്ടാവും. പണ്ട് പഠിപ്പിച്ചു കൊടുത്ത് എവിടുന്നോ കേട്ടതിന്റെ ഒരു ഭാഗം പേരോടാകുന്ന ശിഷ്യന്റെ തലയിലുണ്ടായിരുന്നു. മൂപ്പര് കാന്തപുരത്തിന് ദർസ് നടത്തി കൊടുക്കുകയാണ്. എന്താ ദർസ് നടത്തിന്? നിങ്ങളെ ഈ സ്വപ്നമൊന്നും വിശ്വസിക്കാൻ പറ്റൂല കേട്ടോ. പേരോട് ശിഷ്യനതാ ഉസ്താദിനെ പഠിപ്പിക്കുന്നു, കേട്ടോളൂ. എന്താ അതിന്റെ വ്യാഖ്യാനം? ഏത് ഉസ്താദ് ഉറക്കിൽ വന്ന് പറഞ്ഞാലും, ഉസ്താദിന്റെ ഉസ്താദ് വന്ന് പറഞ്ഞാലും, ഏത് വലിയന്റെ കോലത്തിൽ വന്ന് പറഞ്ഞാലും, ഒരു മനുഷ്യന്റെ കോലത്തിൽ വന്ന് പറഞ്ഞാലും സ്വീകരിക്കാൻ വകുപ്പില്ല. കാരണം അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത് എന്താണെന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലുണ്ട്, പരിശുദ്ധ ഖുർആനിലുണ്ട്, ഇമാമികളെ കിതാബുകളിലുണ്ട്. അത് തള്ളിയിട്ട് ഒരു സ്വപ്നത്തെയും മാനദണ്ഡമാക്കാൻ പാടില്ല. അത് ശൈത്താനിന്റെ കുതന്ത്രമാണ് കേട്ടോ. ഇക്കാര്യം ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം നവവി റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലോകത്തുള്ള എല്ലാ ഇമാമിങ്ങളും അവരെ കിതാബുകളിൽ ഇക്കാര്യം എഴുതി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഞാൻ എന്റെ സാധാരണക്കാരെ ഓർമ്മപ്പെടുത്തുകയാണ്. മൗലവിമാരോട് പറഞ്ഞിട്ട് കാര്യമില്ല, സാധാരണക്കാരെങ്കിലും പഠിച്ചോളിന്ന്. കിതാബ് ഓതി കൊടുക്കുകയാണ്. ഇബ്നു ഹജറിന്റെ കിതാബ് ഓതി, നവവിയുടെ കിതാബ് ഓതി കൊടുക്കുകയാണ്. ഏത് ഉസ്താദ് വന്ന് പറഞ്ഞാലും സ്വീകരിക്കാൻ പറ്റൂല. പിന്നെ ഈ വരുന്നതൊക്കെ ആരാ? എന്നാ പിന്നെ അങ്ങനെ കണ്ടില്ലേ? അതാരുടെ കുതന്ത്രാന്ന് മൂപ്പർ ഒന്നും കൂടി പറഞ്ഞു തരും. ആരുടെ കുതന്ത്രാണാ വന്നത്? പറയൂ, ആരുടെ കുതന്ത്രാണ്? അത് ശൈത്താനിന്റെ കുതന്ത്രമാണ് കേട്ടോ. അത് ശൈത്താനിന്റെ കുതന്ത്രമാണ് കേട്ടോ. താങ്ക് യു, പറഞ്ഞതിന് വളരെ നന്ദി. ആരുടെ കുതന്ത്രാന്ന് മനസ്സിലായില്ലേ? മനസ്സിലായി, ശൈത്താന്റെ കുതന്ത്ര. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞത്, അത് ശൈത്താനിയത്താണ്, ഇസ്ലാമിയത്തല്ല. ആ സ്വപ്നം ശൈത്താനിയത്താണ്, ഇസ്ലാമിയത്തല്ല എന്ന് പറഞ്ഞത് ബോധപൂർവമാണ്. നിങ്ങൾക്ക് അങ്ങനെ സ്വപ്നം തന്നെയല്ലേ പണി? സ്വപ്നം തന്നെയല്ലേ പണി? ഒരറാബിന്റെ അടുക്കൽ മൂപ്പര് ഇവിടെ വായിച്ചിട്ടുണ്ട്. ഖുർത്തുബിയിൽ നിന്നൊരു കാര്യം വായിച്ചു. അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിങ്ങലെ കഥ. ആരാ കയറി വരുന്നത്? ഒരറാബി കയറി വരികയാണ്. അലി റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള റിപ്പോർട്ടാണ് പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, അലി റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ പച്ചക്കള്ളം പറയുന്നു, സഹാബത്തിന്റെ പേരിൽ പറയുന്നു. നിങ്ങൾ നോക്കൂ, അലി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ് പോലും, എന്താണ്? ഞങ്ങളതാ അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായിട്ട് അവിടുത്തെ ഖബറടക്കിയതിന്റെ 3-ാമത്തെ ദിവസം ഒരു അറാബി അവിടെ കയറി വരുന്നു. അറാബി എവിടേക്കാണ് കയറി വന്നു? അറാബി കയറി വന്നിട്ട് എന്ത് ചെയ്യുന്നു? അതാ ഖബറുമ്മലേക്ക് വീഴുന്നു.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബറിലേക്ക് വീഴുന്നു. ആ ഖബറിൻ പുറത്തുള്ള മണ്ണ് വാരിയിട്ട് അറാബി തലയിലേക്ക് ഇടുന്നു. മണ്ണ് വാരി ഖബറിൽ നിന്ന് മണ്ണ് വാരി തലയിലേക്ക് ഇട്ടുകൊണ്ട് ഇതാ വലൗ അന്നഹും ഇല്ലലമു അൻഫുസഹും എന്ന നേരത്തെ പറഞ്ഞ സംഭവം അതാ അതിന്റെ ചില അല്പസ്വല്പം ഭേദഗതികളോടെ അത് ഉദ്ധരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ കഥ നിങ്ങൾക്ക് സ്വീകരിക്കാം, പക്ഷേ മുസ്ലിം ലോകത്തിന് സ്വീകാര്യമല്ല. കാരണം അല്ലിസിനാദു മിനദ്ദീൻ, ദുർബലമായ കദ്ദാബായ കള്ളം പറയുന്ന കക്ഷികളാണ് ആ പരമ്പരയിലുള്ളത്. അത് കള്ളം പറഞ്ഞതാണ്, അലിയാരുടെ പേരിൽ കള്ളം പറഞ്ഞതാണ്. അവിടെ തന്നെ താമസിക്കുന്ന ആയിഷ ഉമ്മ ബീവി റളിയല്ലാഹു അൻഹയുടെ പേരിൽ കള്ളം പറഞ്ഞതാണ് കേട്ടോ. കാരണം നിങ്ങൾ ചിന്തിക്കണം, അല്ലാഹുവിന്റെ റസൂലിന് വഫാത്തായിട്ട് മറമാടിയിട്ട് 3-ാമത്തെ ദിവസം അറാബിയോട് ഓടി കയറി വരിക, ഖബറുമ്മൽക്ക് വീഴുക, മണ്ണ് വാരി തലയിലിടുക. പേരോട് ചിന്തിക്കണം, ഇസ്ലാമികമാണോ ഈ ചെയ്തതൊക്കെ? ഒരു കാര്യം ചോദിക്കട്ടെ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബർ എവിടെയാ ഉള്ളത്? ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലല്ലേ? ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലുള്ള ആ ഖബറിലേക്ക് പെട്ടെന്ന് അറാബിക്ക് കയറണമെങ്കിൽ ഉമ്മാന്റെ സമ്മതം ചോദിക്കണ്ടേ? സമ്മതം ചോദിച്ചുവെന്നോ സമ്മതം കൊടുത്തുവെന്നോ ഈ കഥയിൽ നിങ്ങൾക്ക് തെളിയിക്കാൻ സാധ്യമാണോ? ഇല്ല. ചോദിച്ചിട്ടില്ല, കൊടുത്തിട്ടില്ല. അപ്പൊ സമ്മതമൊന്നുമില്ലാതെ കയറിയോ? എന്നിട്ട് കയറിയിട്ട് ഇനി അഥവാ നീ സമ്മതം കൊടുത്തു എന്ന് സങ്കല്പിക്കുക, നേരെ കയറിയിട്ട് ഖബറുമ്മൽക്ക് വീഴുക. അലിയാരിങ്ങനെ കാണുക, ആയിഷ ബീവി കാണുക. എന്ത്? ഒരു ചങ്ങായി ഓടി വന്ന് ഖബറുമ്മൽക്കാണ് വീഴുക. അവിടുത്തെ മണ്ണെടുത്ത് തലയിൽ ഇങ്ങനെ വാരിയിട്ട് എന്തൊക്കെയോ വിളിച്ചു പോവുക. ആയിഷ ഉമ്മ ബീവി ഒന്നും ഉണ്ടായിരിക്കുക, അലി റളിയല്ലാഹു തആല അൻഹു ഒന്നും ഉണ്ടായിരിക്കുക. അലിയാർക്കും ആയിഷ ബീവിക്കൊന്നും വിവരല്ലേ സഹോദരന്മാരെ? എന്ത് വിവരം? എന്ത് വിവരം? നബവി ഇമാമിന്റെ വിവരമില്ലേ? നബവി ഇമാമിന്റെ ശറഹുൽ മുഹദ്ദബിൽ മഹാനവറുകൾ രേഖപ്പെടുത്തിയിട്ടില്ലേ? എന്ത്? അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിടത്തിന്റെ സമീപത്ത് ചെല്ലുമ്പോ മര്യാദ പാലിക്കണേ. ജീവിതകാലത്ത് വിട്ടു നിൽക്കുന്ന അതപോടുകൂടി ഒരു ദൂരം പാലിച്ചുകൊണ്ട് വിട്ടു നിൽക്കണം. ഖബർ തൊട്ടുപോകരുത്, ചുംബിക്കരുത്. വലായ ജൂസുവഞ്ഞു തവാഫ് ചെയ്യപ്പെടരുത്. ബർക്കത്തിന് വേണ്ടി ഇങ്ങനെ കൈകൊണ്ട് തൊടുക പോലും ചെയ്യരുത്. അതിലൊന്നും ബർക്കത്തില്ല കേട്ടോ. ബർക്കത്ത് നിശ്ചയിക്കേണ്ടത് പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നർത്ഥം വരുന്ന നിലക്ക് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി വളരെ കൃത്യമായി തന്നെ രേഖപ്പെടുത്തിയിട്ടില്ലേ? ആ ഒരു വിവരം പോലും ഇല്ലാത്തയാളാണോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു? ഇവരിതൊക്കെ കാണുന്നു ഈ അറാബി ചെയ്യുന്നത്, എന്നിട്ട് ഒരക്ഷരം മിണ്ടി എന്ന് റിപ്പോർട്ടിലില്ലല്ലോ. നുണയല്ലേ, കളവല്ലേ പറഞ്ഞത് മുഴുവനും? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങളതിവിടെ ഉദ്ധരിച്ചിട്ടില്ലേ? ആ കഥ ഉദ്ധരിച്ച നിങ്ങൾക്ക് കസ്സാബായ നുണയന്മാരായ ആളുകളുടെ ഇത്തരത്തിലുള്ള കള്ളക്കഥകൾ ഈ സമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നതിന് ലജ്ജയില്ലാതെ പോയല്ലോ. കിതാബിൽ അതിനെപ്പറ്റി വിവരമില്ലാതെ നിങ്ങൾ എന്തിനാ ഉദ്ധരിച്ചത്? നിങ്ങൾക്ക് ഈ കിതാബ് തിരിയൂലെങ്കിൽ, നിങ്ങൾക്ക് റിപ്പോർട്ടിന്റെ ബലാബലം പറയുന്ന സീഹകളെ സംബന്ധിച്ചൊന്നും പിടിപാടില്ലെങ്കിൽ, റുവിയയും യുർവയും ഒക്കെ വന്നാൽ, അതുപോലെ തന്നെ അങ്ങനെയുള്ള റിപ്പോർട്ടുകളൊക്കെ കണ്ടാൽ അതിന്റെയൊക്കെ വിധി എന്ത് എന്ന് പഠിക്കാൻ അവസരം കിട്ടാതെ റിസീവർ പണിയാണ് കാര്യമെങ്കിൽ ഒന്നുകൂടെ പഠിക്കണേ, ഒന്നുകൂടി അറിയണേ. കസ്സാബായ ആളുകൾ, അത്തരത്തിലുള്ള പരമ്പരയിലുള്ള ആളുകളുള്ള ഇത്തരം കഥകൾ നിങ്ങൾ ഇവിടെ ഉദ്ധരിച്ചിട്ടുണ്ട്. മാത്രമാണോ നിങ്ങൾ പറഞ്ഞു എവിടെ എത്തിപ്പോയി? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബറിടം സന്ദർശിക്കൽ ഹജ്ജിന്റെ ഒരു ഭാഗമാണ് എന്നിടത്തേക്കല്ലേ ഇപ്പൊ നിങ്ങൾ പ്രവർത്തിക്കുന്നത്, അതല്ലെങ്കിൽ പ്രചരിപ്പിക്കുന്നത്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മദീനത്തെ പള്ളി, അതുപോലെ തന്നെ അവിടുത്തെ ഖബറിടം, അതുപോലെ തന്നെ ആ റൗള, പ്രത്യേകം പുണ്യമുള്ള മബൈന ബൈതി വ മിൻബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന, ഞാൻ താമസിക്കുന്ന വീടിന്റെയും ഞാൻ ഖുതുബ നിർവഹിച്ചിരുന്ന മിമ്പറിന്റെയും ഇടക്കുള്ള സ്ഥലം സ്വർഗത്തോപ്പിൽ നിന്നുള്ളവരെ തോപ്പാണെന്ന് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ. അതൊന്നും ഇവിടെ ആർക്കും തർക്കമില്ലല്ലോ. പക്ഷേ ഇല്ലാത്തത് ഇസ്ലാമിന്റെ പേരിൽ പറയുന്ന, മഹാന്മാരെ പേരിൽ കള്ളം പറയുന്ന,
ഇമാം ബുഖാരിയുടെ പേരിൽ നിങ്ങൾ കളവ് പറഞ്ഞിട്ടില്ലേ? ഇമാം മുസ്ലിമിന്റെ പേരിൽ നിങ്ങൾ കളവ് പറഞ്ഞിട്ടില്ലേ? ഞാനിതാ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുന്നു. കിതാബിലല്ല പറയുന്നത്, പച്ച മലയാളത്തിൽ നിങ്ങൾ എഴുതിവിട്ട നിങ്ങളുടെ ദ്വൈവാരികയിൽ നിന്നാണ് വായിക്കുന്നത്. കേട്ടോളൂ നിങ്ങൾ. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവും ശരിക്ക് കുറിച്ചു വെച്ച് മറുപടി പറഞ്ഞോ. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവും ഇമാം മുസ്ലിം